താനെന്താ എവിടെ വന്നിരിക്കുന്നത്? താൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ലേ? ചോദിച്ച കേട്ടില്ലേ ഈ സമയത്ത് എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നതെന്ന്? ഗേറ്റില് ആരെ തട്ടുന്ന പോലെ തോന്നി. നന്ദം വന്നാണോ എന്ന് വിചാരിച്ചു. താൻ എന്തൊക്കെയായി കാണിക്കുന്നത്? സിദ്ധു പോയി കിടന്നുറങ്ങിക്കോ. വന്ന് കിടക്ക് പ്രഭ. കൃത്യമായിട്ട് ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ അസുഖങ്ങളൊന്നും വിളിച്ചു വരുത്തണ്ട. എന്തെങ്കിലും അസുഖം വന്ന് അവസാനിച്ച് കിട്ടിയാ മതിയായിരുന്നു. ജീവിതം മടുത്തു സിദ്ധു. സിദ്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യം പറയ. എന്തിനാ മരിച്ചതിന് തുല്യമായിട്ട് ഇങ്ങനെ ഒരു ജീവിതം? പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്നു. കുടുംബത്തിന്റെ സുഖവും സന്തോഷവും ഒക്കെ പോയില്ലേ? എന്റെ മനസ്സ് മറ്റുള്ളവർക്കോ മറ്റുള്ളവരെ എനിക്കോ മനസ്സിലാവുന്നില്ല. മനസ്സൊക്കെ മരവിച്ചു പോയി. ഏതോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് അലയുന്നത് പോലെ തോന്നുന്നു. പ്രഭ, എത്ര പ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ പറയുന്നത്? തന്നെ മനസ്സിലാകുന്നുണ്ട്, തന്റെ വിഷമവും മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാ എന്നെയും ദേവിയെയും താൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അതും ശരിയായിരിക്കും. ഞാൻ എപ്പോഴും എന്റെ ഭാഗം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. നേരെ ചെറിയ തർക്കങ്ങൾ വലിയ വഴക്കുകളായിട്ട് മാറുന്നുണ്ട്. അന്ന് ഹരിയേട്ടൻ പറഞ്ഞ പോലെ നന്ദനെ ഓർത്ത് ഞാൻ മാത്രമല്ല നിങ്ങളും വിഷമിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ മാനസിക നില തെറ്റിത്തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാവാം. അത് മുഴുവൻ ഭ്രാന്തിലേക്ക് മാറുന്നതിന് മുൻപ് ജീവൻ എടുത്താൽ മതിയായിരുന്നു. ആ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ താൻ ഒറ്റയ്ക്ക് പോകണ്ടോ? ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് മരിക്കാടോ. ഞാൻ സത്യം പറഞ്ഞതാ. തനിക്ക് ഈ ജീവിതം മടുത്തെങ്കിൽ ഞാനും പിന്നെ ജീവിക്കുന്നില്ല. സുഖവും വിഷമവും ഒക്കെ ഒരുമിച്ച് പങ്കിടാൻ വേണ്ടിയിട്ടാ നമ്മൾ വിവാഹം കഴിച്ചത് അല്ലേ? അപ്പൊ പിന്നെ മരണവും പങ്കിടാം. താനില്ലാത്ത ലോകത്ത് ഞാനും ഇല്ലെന്നേ. എന്താ, നമുക്ക് ഒരുമിച്ചങ്ങ് മരിച്ചു കളഞ്ഞാലോ? ഒരു കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.